കുറേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് മിനി ഹണിമൂൺ വ്ളോഗ് ഈസ് ഓൺ മൈ ചാനൽ. ഇഫ് യു ഹവ് നോട്ട് യെറ്റ് വാച്ച് പ്ലീസ് ഗോ വാച്ച് ആൻഡ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ പോകണം. ബിക്കോസ് ജിത്തുവിന് ലീവാണ് ഇന്ന് സാറ്റർഡേ. സോ വി ഹാവ് മെനി തിങ്സ് ടു ഡു ടുഡേ. സോ അതുകൊണ്ട് വി തോട്ട് ഓഫ് മേക്കിംഗ് എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പൊ സമയം 9:09 നമുക്ക് MOT ചെയ്യാൻ പോകുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താണ് MOT? വണ്ടിയുടെ എല്ലാം ചെക്ക് ചെയ്യുന്നതാണ് MOT. ഓക്കെ, വണ്ടിയുടെ ഫങ്ഷനിങ് ചെക്ക് ചെയ്യുന്നതാണ് MOT. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ക്രോയിഡനിലാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ്. 9:55 അപ്പോയിന്റ്മെന്റ്. സോ രാവിലെ അതിന് വേണ്ടി പോവാം. എണീറ്റപ്പോൾ തന്നെ 8 മണിയായി. സോ അതുകൊണ്ട് പാല് പോലും കുടിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എവറിത്തിങ് വിൽ ബി കവറിങ് ഇൻ ദിസ് വീഡിയോ. സോ വെൽക്കം. UK ട്രാഫിക് റൂൾസ് ഭയങ്കര സൂപ്പറാണ്. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ ജിത്തുവിൻ്റെ കൂടെ നടന്ന് പഠിച്ച് ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ പറഞ്ഞു തരാം. എനിവേസ്, ദ റോഡ്സ് ആൻഡ് ദ ബിൽഡിങ്സ് ഹിയർ ആർ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലീൻ. അപ്പം വെറുതെ അല്ല ഈ സ്ഥലത്തിന് അവർ വെൽ ഡെവലപ്ഡ് കൺട്രി എന്ന് വിളിക്കുന്നത്, അല്ലേ? നമ്മൾ കുറേ സമയമായിട്ട് ATM തപ്പാണ്. MOT ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻ ഹാൻഡ് ക്യാഷ് കൊടുക്കണം, കാർഡ് പേ പറ്റില്ല. അതുകൊണ്ട് വി ആർ സെർച്ചിങ് ഫോർ എൻ ATM. ഇവിടുത്തെ ATM എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറേ നേരം കൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യാണ്. 2-3 എണ്ണം ഇവൻ കണ്ടിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റോഡ് നമ്മൾ വന്നു. ഇനിയിപ്പം എവിടെയെങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും ATM ഉണ്ടെങ്കിൽ അവിടെ കയറി ക്യാഷ് എടുക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ATM എങ്ങനെയാണെന്ന്. ഓക്കെ, ഇവിടെ ലണ്ടനിലെല്ലാം ഇങ്ങനത്തെ ഡബിൾ ഡെക്ക് ബസ്സസാണ്. സിംഗിൾ ബസ്സസ് ഉണ്ട്, പക്ഷേ മോസ്റ്റ് ഓഫ് ഇറ്റ് ആ ഡബിൾ ഡെക്ക്. നല്ല രസമാണ് കാണാനല്ലേ. സിംഗിൾ ടാപ്പ് ആൻഡ് ദെൻ യു ക്യാൻ ട്രാവൽ അറൗണ്ട് ദ ഏരിയ. അപ്പം ഇറ്റ്സ് നൈസ്. നമ്മളൊരു ATM കണ്ടുപിടിച്ച് നമുക്കിവിടെ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫൈനൊക്കെ വരും. പിന്നെ ചിലയിടത്ത് ഓൺലി ഡിസേബിൾഡ് പീപ്പിളിനെ മാത്രമേ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചിലത് പേ ആൻഡ് പാർക്കിംഗ് ആണ്, ചിലത് ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പാർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു ആൻഡ് വി ആർ വാക്കിംഗ് ടു ദ ATM. ഓക്കെ, അവിടെ മുന്നേ ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ATM. നമ്മളുടെ ഇന്ത്യയിൽ പോലത്തെ സെപ്പറേറ്റ് മെഷീൻ അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ സെറ്റപ്പ് വിത്തിൻ എ ഷോപ്പ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ മണി ഡ്രോ ചെയ്യുക. ആസ് യൂഷ്വൽ നമ്മുടെ ബാങ്കിൽ നിന്നല്ലാതെ നമ്മൾ ATM ഡ്രോ ചെയ്യുമ്പോൾ ഒരു സർട്ടൻ എമൗണ്ട് കട്ടാവും. അതുപോലെ തന്നെ ഇവിടെയും ഒരു എമൗണ്ട് കട്ടാവും. ബട്ട് എല്ലാവരും ഇവിടെ മോസ്റ്റ്ലി ഓൺലൈൻ ആണ് ചെയ്യാറ് പേയ്മെൻറ്റ്. ബട്ട് സം ഓഫ് ദം പ്രിഫർ ക്യാഷ് ഇൻ ഹാൻഡ് and there will be some reasons for that. ഈ പേപ്പർ കഷ്ണം കണ്ടപ്പോൾ I felt like the business game that we play അതുപോലെ ഉണ്ടായിരുന്നു ആ നോട്ട്സ്. എനിവേസ്, വി ഹാവ് റീച്ച്ഡ് ദ ഡെസ്റ്റിനേഷൻ. ഇതാണ് നമ്മുടെ കാർ MOT ചെയ്യാൻ പോണ കട. അപ്പം there is MOT, കാർ വാഷ്, കാർ റിപ്പയർ, അങ്ങനെ 3 കൂടെ ചേർന്ന ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ഉള്ള ഒരു ഷോറൂമാണിത്. ആൻഡ് ഈച്ച് പേഴ്സൺ റൺസ് ഈച്ച് തിങ്. അതായത് കാർ വാഷിന് സെപ്പറേറ്റ് ഓണർ, MOTക്ക് സെപ്പറേറ്റ്, അങ്ങനെയൊക്കെ. വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. 9:55 അപ്പോയിൻമെൻ്റ് ഒക്കെ അവർ തെറ്റിച്ചോ. നമ്മളിതുവരെ അവരെ വിളിച്ചില്ലെന്നല്ല, നമ്മളെ കാർ ഇതുവരെ കൊണ്ടുപോയി. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. എപ്പോൾ വിളിക്കും എന്നറിയില്ല, കാറിനെ എപ്പോൾ കൊണ്ടുപോകുന്നു അറിയില്ല. ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്തിലൂടെയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ ഒരു കാർ ഓൾറെഡി ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാറ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഈ വരുന്ന ചേട്ടൻ. അവിടെ നിന്ന് നടന്ന് ഓറഞ്ച് കളർ ഗ്ലൗസ് ഇട്ട് വരുന്ന ചേട്ടൻ പറഞ്ഞു. ഒന്നും കിട്ടി. ഇതാണ് നമ്മുടെ വണ്ടി. വണ്ടിയുടെ ടയറും പിന്നെ അകത്തും എന്തൊക്കെയോ ഒരു ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. MOT കഴിഞ്ഞു ഗൈസ്. വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു ഗൈസ്. വീട്ടിൽ പോയി നല്ല ചപ്പാത്തി ചിക്കനും കറിയും കഴിക്കാൻ പോകുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വിശപ്പാണ്.
എമ്മോട്ടി തീർന്നപ്പോഴത്തേനും ഭാര്യയ്ക്ക് വിശപ്പ് കൂടി. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ വേറെ പരിപാടികളാണ്. അതിനു വേണ്ടി പോവും. ഓക്കെ, നിങ്ങളെയും കൊണ്ടുപോവാം കൂടെ. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ആദ്യം ഫുഡ് കഴിക്കട്ടെ. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തി ചിക്കൻ കറി കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, പീരിയഡ്സ് ആയതുകൊണ്ട് റെസ്റ്റ് എടുത്തോളം പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ്. എന്നിട്ട് അവൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് ഇന്നലെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ച് സമയം ഒന്ന് കിടന്നില്ല. ഞങ്ങൾ സ്ക്വിഡ് ഗെയിം കാണുമായിരുന്നു. അത് പാതിയിലാക്കി ഒരു വഴക്കൊക്കെ ഇട്ട്. എന്താ പറ, ഒരു വഴക്കൊക്കെ ഇട്ടാ നമ്മൾ ഇറങ്ങിയത്. തിന്ന ചപ്പാത്തി ദഹിപ്പിച്ചോള് വഴക്കിട്ടിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പൊ ബ്രോംലിയിൽ വന്നു. റെസ്ലിംഗ് കഴിഞ്ഞു. അവള് തോൽപ്പിച്ചു. എന്നിട്ട് മനുഷ്യന് ശ്വാസം വിട്ടിട്ട് ചത്ത വരെ ഞാന്. നമ്മള് ബ്രോംലിയിൽ റെസ്ലിംഗിന് ടാപ്പ് ചെയ്തല്ലേ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ ജയിച്ചു. ജയിക്കൂ. ആരുടെ പൊക്കമുണ്ടെങ്കിൽ ആർക്കാ ജയിക്കാൻ പറ്റൂല. ഞാൻ ആകെ ഇത്രേ ഉള്ളു. നമ്മള് ബ്രോംലിയിലെത്തി. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഗൗതമേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോ ഗൗതമേട്ടൻ ഇവിടെ ഓൾറെഡി ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മള് ബബിൾ ടീ കുടിക്കാവുന്നല്ലേ, ബോബ ടീ. അതിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കാം. ഇറ്റ്സ് ഷോർട്സ്. അപ്പോൾ അവിടോട്ട് വരാൻ പറഞ്ഞു ഗൗതമേട്ടൻ നമ്മളോട്. സോ നമ്മൾ അവിടെയാണ്. ബബിൾ ടീ വേണ്ട, ഒരു പ്രാവശ്യം കുടിച്ചല്ലോ, ഇനിയിപ്പോൾ കുടിക്കേണ്ട ആവശ്യമില്ല. സോ അവർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ബ്രോംലി ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഗൈസ്. എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാവുന്ന ഈ ഏരിയ, പക്ഷേ ഇറ്റ് ഈസ് സച്ച് എ വെരി പ്രീറ്റി പ്ലേസ്. ഞാൻ ഫസ്റ്റ് വന്ന് കാണുന്ന പ്ലേസ് ആയതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ്. എന്നുവെച്ചാൽ എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം നമുക്ക് ആക്സസിന് ഈസിയാണ്. ഒരു കടയാവട്ടെ എന്താവട്ടെ എല്ലാം ഈസി ആക്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഐ ലൈക്ക് ദിസ് പ്ലേസ് എ ലോട്ട്. ഫോട്ടോ പറ്റിയത്. ബോബ ടീ കുടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് മാംഗോ ഷേക്ക് ബോബ ടീയാണ് ഞാൻ വാങ്ങിച്ചത്. എനിവേയ്സ് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഗ്രീൻവിച്ച് പാർക്കിലോട്ട് പോയി. അവിടെ ഇച്ചിരി നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് നവഡേയ്സ് വി ഹാങ് ഔട്ട് ടുഗെദർ. അപ്പം ഷോപ്പിംഗ് നടന്നില്ല. ഗൗതമേട്ടനും പർച്ചേസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും പർച്ചേസ് ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. വി ജസ്റ്റ് എൻജോയ്ഡ് ആൻഡ് വി സ്റ്റേഡ് ദെയർ. അവിടുന്ന് നേരെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. So that's it. That was the day in my life. Do like, share and subscribe. Bye.